ബഹുമാന്യരായ വിദ്യാർത്ഥി മിത്രങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന് ഉറവിടമായ ആരംഭ പൂവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലായത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഈ അസുലഭ മുഹൂർത്തത്തിൽ ഗംഭീരമായ ഈ സദസ്സിൽ തുല്യതയില്ലാത്ത സഹിഷ്ണുതയുടെ ഉടമ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? 15 നൂറ്റാണ്ടുകൾക്കപ്പുറം അതേ 6-ാം നൂറ്റാണ്ടിൽ കള്ളും പെണ്ണും ജീവിതം മുദ്രയാക്കിയ തറവാടിത്തത്തിന്റെ പേരിൽ മേൽമണ്ണടിച്ചു. ഒട്ടകം വേളിച്ചാടിയതിന്റെ പേരിൽ ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തു പരസ്പരം പോരടിച്ചിരുന്ന പിറന്നു വീണ സ്വന്തം കുഞ്ഞ് പെണ്ണായതിന്റെ പേരിൽ ജീവനോട് കുഴിച്ചു മൂടിയിരുന്ന നന്മകളെ തിന്മകളായും തിന്മകളെ നന്മകളായും ചിത്രീകരിച്ചിരുന്ന അസഹിഷ്ണുതയുടെ വിഷവത്തുകൾ വാങ്ങിയവർ സാമർത്ഥ്യത്തിലേക്കായിരുന്നു സഹിഷ്ണുതയുടെ മന്ത്രധ്വനികളുമായി പ്രവാചകർ ആഗതരാകുന്നത്. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പണി ആളുകളുടെ വേർപ്പ് വെട്ടുന്നതിന് മുമ്പ് വേതനം നൽകാൻ അബൂ ജഹലിന്റെ രാജകൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തൊഴിലാളി വിപ്ലവത്തിന്റെ മാന്യ മൂർത്തമാണ് അവിടുന്ന് ചരിത്രത്തിന്റെ ചൂടുവെപ്പിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ബാല്യപ്രായത്തിൽ തന്നെ അൽ അമീൻ സത്യവിശ്വാസി എന്ന് ബിരുദം നേടിയ പ്രവാചകർ നുബുവത്തിന് ശേഷം തൗഹീദിന്റെ അമർ ശബ്ദം പാരിലാക്കി മുഴക്കിയതിന്റെ പേരിൽ മാത്രം സ്വന്തം നാട് വീട് വിട്ടു പോകേണ്ടി വന്നു. എന്നിട്ടും തന്റെ നാട് ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയം താൻ പിറന്ന മണ്ണിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് അയച്ചു കൊടുത്തു പ്രവാചകർ. മാത്രമല്ല, അണ്ടവും പാണിയും നൽകാതെ തന്നെ ബഹിഷ്കരിച്ചവർ, ഒട്ടകത്തിന്റെ കുടലുമാല തന്റെ കഴുത്തിൽ ചാർത്തിയവർ, അവസാനം പഞ്ചമുച്ചമടിക്ക് ഓച്ചാരിച്ചപ്പോൾ അവർക്ക് മാപ്പ് കൊടുത്തു. പോകൂ, ഇന്നേ ദിവസം നിങ്ങളുടെ മേൽ പ്രതികാരമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയാനുള്ള സഹിഷ്ണുതയുടെ പാഠമാണ് പ്രവാചകർ കാണിച്ചു തന്നത്. ആ പ്രവാചകരുടെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ നാം ജീവിതത്തിൽ ഉൾക്കൊണ്ട് സമൂഹത്തിലെ